ആഹാ, ഇതുവരെ റെഡിയായില്ലേ? നീ ചോദിച്ചില്ലേ നിന്നിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന്? നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധമാണ്. അത് ബോഡി ലോഷന്റെയും ഷാമ്പൂവിന്റെയും പെർഫ്യൂമിന്റെയും ഒക്കെ ഗുണാണ്. ഞാനൊന്ന് വേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല. സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പിനുണ്ടോ സുഗന്ധവും സൗന്ദര്യവും ഒക്കെ? ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പോണ്ടേ? പോണം. പോണല്ലേ? അല്ല, നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഓ, എന്നിട്ടെന്താ? ഗൗതമന്റെ ശാപം അവളെ കല്ലാക്കി മാറ്റി. അവസാനം ശ്രീരാമൻ വരേണ്ടി വന്നു അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടാൻ. ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ? ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പെമ്പിളരെ വളയ്ക്കായിരുന്നല്ലേ? അയ്യടാ, മനസ്സിലെ പൂതി കണ്ടില്ലേ? കൊല്ലും ഞാൻ. സ്റ്റാമിന വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പുറകിലെ വാതിലറിയോ? ആ വാതില് തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ. എന്റെ ഹസ്ബൻഡ് വന്നു മനുഷ്യ. നീ എന്താ കുളിച്ച സുന്ദരിയുണ്ടല്ലോ? എന്താ അമ്പലത്തിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ഈ കണക്കിന് പോവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കേണ്ടി വരും. അതിന് ഭജന ഇരിക്കേണ്ട പ്രായമൊക്കെ ആയോ നിനക്ക്? അതെ, അമ്പലത്തിൽ പോകുന്നത് സൂക്ഷിച്ചൊക്കെ മതി. കുളിച്ചൊരുങ്ങി പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതേ വേറെ ആവശ്യത്തിനാന്നാ നോവലിലൊക്കെ പറയുന്നത്. അതിന് കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോണോ? വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ എന്തിന്? പ്രാർത്ഥിക്കാൻ. അല്ലാതെ എന്തിന്? ഞാൻ പേടിച്ചു പോയി. നിങ്ങളെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം. ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കയറി വന്ന സമയം കണ്ടോ? എങ്കിലൊന്ന് വിളിച്ചു പറയാൻ. ഞാൻ ആ PC എടുത്ത് പറഞ്ഞു വിട്ടാണല്ലോ. എന്നാലേ ഇനി തൊട്ട് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആ PC വിളിക്കാം. വഴക്കിടല്ലേ പൊന്നെ. ഞാനിപ്പോ എന്താ വേണ്ടത്? സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോ സ്നേഹിക്കട്ടെ? സ്നേഹിക്കാൻ പറ്റിയൊരു കോലം. നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താ ചൂട്! എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഒന്നുമില്ലേട്ടാ, ആ കള്ളപ്പൂച്ച പിന്നെയും വന്നതാ. ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? അപ്പോഴേക്കും തുടങ്ങിയോ? നമ്മളെ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല വിശപ്പാ. ഇന്നലെ ഒരു വക ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ആക്രാന്തം ഇല്ലാത്ത ഒരാള്. നിങ്ങൾക്ക് എല്ലാത്തിനും ആക്രാന്താണ്. മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോന്ന് പോലും നിങ്ങൾ ചോദിക്കാറില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. അല്ല, എന്താ ഈ വേഷത്തില്? ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ? ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് പെട്ടിട്ടുണ്ട്. എന്ത് കേസ്? ഒരു കള്ള റാസ്കൽ എന്റെ റേഞ്ചിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ്. അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം. നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ. എന്തേ? ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തൊരു ബ്രില്യന്റ് ആണല്ലേ. ഒരു ദിവസം അവൻ എന്റെ മുന്നിൽ ഒന്ന് പെടും. അവന്റെ ബ്രില്യൻസ് ഞാൻ ഇടിച്ച് ചതക്കും. ഭർത്താക്കന്മാരുടെ സമാധാനം കളയാനായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. ഹലോ. സർ, നാസറാണ്. മനസ്സിലായിട്ടോ? താൻ കാര്യം പറ. സർ, അവൻ ഇത്തവണ രക്ഷപ്പെട്ടു. അവർക്ക് കേസൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. താൻ അവരോട് കാര്യം പറഞ്ഞില്ലേ? സർ, ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ പുറത്തിറങ്ങാനുള്ള നാണക്കേട് ഭയന്നാണെന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയുടെ മാനം വെച്ച് ആരും റിസ്ക് എടുക്കില്ലല്ലോ സർ. കണ്ടവന്റെ ഒക്കെ കൂടെ കയറി കിടക്കുന്ന അവളേക്ക് എന്തിനാണ് ഭാര്യയായിട്ട് വെച്ചിരിക്കുന്നത്? ആണുങ്ങളുടെ മാനം കളയാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറയാം അയാളുടെ അടുത്ത്. ഓക്കെ സർ. നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ വൃത്തിയട്ട കളിക്ക് ഇനി അധികം ആയുസുണ്ടാവില്ല. നിന്നെ ഞാൻ പൂട്ടും. മണിച്ചിത്രത്താഴിനേക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ പൂട്ടും.
സാർ, ചാന്ദനു സാർ, ഗുഡ് മോർണിംഗ് സാർ. ഇന്നും സെൽവകുമാറിന്റെ 3G ഫീസ് ആണല്ലോ. ഭഗവാനെ കാണി. ஏண்டா செல்வா, ட்ரீமில் ஃபுல்லு நயன்தாராவும் சமாந்தாவும், காலையில் கனி செல்வகுமாரும். உன்னோட 100 வாட்டி சொல்லிருக்கு, எனக்கு டீ மட்டும் தான் போதும், உன்னோட மூஞ்சிய கனி வேணான்னு. அப்படி ஒன்றும் சொல்லாதங்க சார். என் அப்பா சொல்லியிருக்காங்க நான் ரொம்ப பிரமாதமான கணின்னு. இனிமேல் பாருங்க சார், உங்களுக்கு வச்சடி கைட்டம் தான். എന്നിട്ട് அப்பா இப்போ எവിടെ ഉണ്ട്? இறந்துட்டேன் சார். நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்ணிக்கிட்டாரு. ഓ മാൻ, ഇതിലും വലിയ എന്തോ വരാനിരുന്നതാ. നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. பெரிய ஆளாக வேண்டியவர் சார் எங்கள் அப்பா. எப்படி சார் ரூம் இந்த மாதிரி க்ளீனாக வச்சுருக்குங்க? எனக்கு க்ளீன் பண்ணுறதுக்கு சான்ஸே தரல. ഈ റൂം ക്ലീൻ ചെയ്യാൻ ശമ്പളം ഇല്ലാത്ത ഒരാളെ ഞാൻ നിർത്തിയിട്ടുണ്ട് സെൽവ. രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി. யாரு சார் அது? ഒരഴകാന പേയ്. பேயா? കേട്ടില്ലേ? സത്യം. അയ്യോ, 9 മണി, പോവാൻ സമയായി. ബൈ ട്രീസ, ബൈ. എന്തു പറ്റി ചേച്ചി? പാലിൽ കുഴപ്പമുണ്ടോ ചേച്ചി? പാല് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡ് ടൂറ് പോയിരിക്കുക. പിന്നെ ഇവിടെ ആരാ പാല് കുടിക്കാനുള്ളത്? അതുകൊണ്ടാ. ഇനിയിപ്പോ വേണ്ട. എന്നാ ശരി. ഹലോ ചന്ദ്രേട്ടാ. ആ, എവിടാടോ താൻ? ജീവനോടെ ഇരിപ്പുണ്ടോ? ചന്ദ്രേട്ടൻ ഒരു പണി ഏൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നത് എങ്ങനെയാ? അതാ ഞാൻ. അപ്പൊ ചൂണ്ടയില് മീൻ കൊത്തിയെന്ന് സാരം. ഇനിയിപ്പോ വലിച്ച് കരയിലോട്ടിട്ടാ മതിയല്ലോ. അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ. വളഞ്ഞിരിക്കുകയാണ്. ഇനി കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ സംഭവം നടക്കും. പക്ഷെ ശാന്തനുവേ, നീ സൂക്ഷിക്കണം. എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം അങ്ങോട്ട് തീരാൻ. അറിയാൻ ചന്ദ്രേട്ടൻ, അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കും. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് ഞാൻ കളി അവസാനിപ്പിക്കും. എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട. ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം. ശരി ചന്ദ്രേട്ടൻ, ഓക്കെ ബൈ.